കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് 3 കിലോമീറ്റർ അടുത്തായി നാഷണൽ ഹൈവേയിൽ നിന്നും വെറും 700 മീറ്റർ ഉള്ളിലായി ആണ് ഈ കാണുന്ന 4500 സ്ക്വയർ ഫീറ്റ് വീടും 36 സെൻറ്റ് സ്ഥലവും. കൂടാതെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. 3 ബെഡ്റൂമും ഒരു ബാത്റൂമുള്ള 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഔട്ട് ഹൗസും. വീടിൻ്റെ ചുറ്റിലുമാണെങ്കിൽ ഉണ്ടാവും. അടിപൊളി സെറ്റപ്പാണ്. കാരണം നല്ല ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ അടിപൊളി കണ്ട. കിണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് നല്ല കിഡിലനാക്കിയേക്കണം. അത് റംബൂട്ടാനും മറ്റുമൊക്കെ ഇവിടെ കായ്ച്ച് നിൽക്കുന്നതും കാണാം. കണ്ട റംബൂട്ടാനൊക്കെ കായ്ച്ചൊക്കെ കണ്ട. അതേപോലെ തന്നെ മാവ്, അങ്ങനെ ഒത്തിരി ഫലവൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ലൊക്കേഷൻ, നല്ല ശുദ്ധവായും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ലൊക്കേഷൻ. അതായത് ഹൈവേ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി 700 മീറ്റർ മാറി എന്ന് പറയുമ്പോഴേക്കും നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവരെ നല്ല ശുദ്ധവായു കിട്ടും. ഓക്സിജൻ്റെ സാന്നിധ്യം കൂടുതലായിരിക്കുള്ളൂ. ഈ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു കാറ് പാർക്ക് ചെയ്യുക, അല്ലാണ്ട് 2 കാറ് പാർക്ക് ചെയ്യാൻ. തൊട്ടടുത്ത് വേറൊരു പോർച്ച് വേറെ ഉണ്ട്. ചെറുനാര കുണിക്കണം, ചെറുനാരകം. ഇഷ്ടംപോലെ ചെടികളും അതുപോലെ തന്നെ പേര, മാവ്, അങ്ങനെയുള്ള ഒത്തിരി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ പോർച്ച്. ഇവിടെ സുഖമായിട്ടൊരു 2 വണ്ടി എത്ര ഇന്നോവയിൽ XUV ആയാലും സുഖമായിട്ട് പാർക്ക് ചെയ്യാം. പിന്നെ വീടിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് സ്പേസാണ്. അവിടെയൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയൊക്കെയാണ്. കാരണം വീടിൻ്റെ എവിടെ നോക്കിയാലും ഒന്നും പറയാനില്ല, ഒരു കുറവില്ലാത്ത രീതിയിൽ എവിടെ നോക്കിയാലും നല്ല അടിപൊളിയാണ്. ഒരു സ്ഥലം പോലും ഒരു വേസ്റ്റായിട്ട് നമുക്ക് തോന്നില്ല. വീടിൻ്റെ ബാക്കിലോട്ട് നല്ല വിശാലമായ ഒരു ഏരിയയാണ്. അതൊക്കെ തറയോടൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുക്കുന്നത്. അതാണ് വീടിൻ്റെ ബാക്കിലൊരു ചെറിയ സിറ്റ് ഔട്ട്. നോക്കിയാൽ ഒരു സ്വിമ്മിംഗ് പൂള്. രാവിലെ തന്നെ എക്സസൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ, നീന്തലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല എക്സസൈസാണ്. അതിന് പറ്റിയൊരു സ്വിമ്മിംഗ് പൂള്. നല്ല അടിപൊളി സെറ്റപ്പ്. ഇതാണ് ബാക്കിലെ സിറ്റ് ഔട്ട്. ഇതാണ് നിങ്ങളുടെ ഔട്ട് ഹൗസിൻ്റെ സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്നുള്ളതിലോട്ടുള്ള വ്യൂ കണ്ടോ, എന്ത് ഭംഗിയാണ് നോക്കി. എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു വീട്. അത് ഫുൾ ഫർണിഷ്ഡ് ആണ് വീട്. ലക്ഷക്കണക്കിനുള്ള ഫർണിച്ചർ തന്നെ വീട്ടിലുണ്ട്. നിങ്ങൾക്ക് അകത്തോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും. ഇതുണ്ടോ റംബൂട്ടാനൊക്കെ നല്ല കായ്ച്ച് പഴുത്ത് നിൽക്കുന്നതാണ്. അല്ല വീടിൻ്റെ ചുറ്റിനൊക്കെ നല്ല സ്പേസൊക്കെ നല്ല അടിപൊളി നല്ല ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. വീടാണെങ്കിൽ ഫുള്ള് ഫ്ലോറിങ് ചെയ്തേക്കുന്ന ഗ്രാനൈറ്റാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫർണിച്ചർ കംപ്ലീറ്റ് തേക്കാണ്. അത് ജനലും വാതിലും കബോർഡും എല്ലാം തേക്ക്. പില്ലറൊക്കെ കംപ്ലീറ്റ് ഡിസൈൻ വർക്കൊക്കെ ചെയ്ത്, അത് ഓവർ ഡിസൈനുമില്ല എന്നാൽ അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പൊക്കെ ഉണ്ട്. വാതിലൊക്കെ കണ്ടു, വാതിലൊക്കെ നല്ല അടിപൊളി താഴും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാണ്. ഇതാണ് നിങ്ങളുടെ ലിവിങ് റൂം. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് റൂം. ഈ ഫർണിച്ചർ എല്ലാം അടക്കം കൊണ്ട് നമ്മൾ ഈ വില പറയണത്. കണ്ടോ ലിവിങ് റൂമിൻ്റെ സൈഡൊക്കെ ഉണ്ടോ, ഗ്ലാസിൻ്റെ ഫില്ലറാണ് കൊടുത്തേക്കണം, പാർട്ടീഷൻ ചെയ്തേക്കണം. എനിക്ക് കാണുന്ന ഇതെല്ലാം തടിയാണ്, ഇതെല്ലാം തേക്കിലാണ് ചെയ്തേക്കണം. കണ്ടോ മനോഹരമായ ഒരു കർട്ടനും, അത് അടിപൊളി ഒരു വേറെ വൈബാണ് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ. ഇതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കാണണം. കാരണം എല്ലാവരും ഒന്നിനൊന്നും മെച്ചപ്പെടുത്തിയാണ് ചെയ്തേക്കണം. ഒരെണ്ണം പോലും മിസ് ചെയ്യാണ്ട് നിങ്ങൾ കാണണം. ഇതണ്ട, ഇത് ഒരു ആട്ടുകെട്ടിലാണ്. അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നിങ്ങളുടെ ലിവിങ് റൂം ഉണ്ടല്ലേ, നല്ല അടിപൊളി ലുക്കല്ലേ. അല്ല ഇനി അവിടെ നിന്ന് നോക്കിയത് ഇതാണ് നമ്മുടെ മെയിൻ ഹാള്. അല്ല ഇവിടെ ഒരു ആട്ടുകെട്ടിലൊക്കെ ഉണ്ട്, അതൊക്കെ കിടന്ന് ആടാനുള്ള സെറ്റപ്പൊക്കെ. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാള്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. കാരണം 4500 സ്ക്വയർ ഫീറ്റ് വീടെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളല്ലേ. ഇവിടെ നിങ്ങളുടെ പ്ലേറ്റും കാര്യങ്ങളും ഗ്ലാസ്സൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പാണ്. അതിൽ അടിപൊളി ഒരു ഷോക്കേഴ്സ്. നല്ല അടിപൊളി ഒരു ഡൈനിങ് ഹാള്, നല്ല സ്പേസുള്ള ഗ്രാനൈറ്റ് ബോർഡർ വർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പാണ്. ഫ്ലോറ് തടിയെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തേക്കാണ്, വേറെ മരം തൊട്ടിട്ടില്ല. ഇതാണ് നിങ്ങളുടെ മെയിൻ ഹാള്.
ഹാളിൽ തന്നെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് തൊട്ട് അടുത്തായിട്ടൊരു കോമൺ ബാത്റൂം. നല്ല വൃത്തിയും നല്ല ഫിറ്റിങ്സാണ്. എല്ലാവരും ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചേക്കണം. എല്ലാ വാതിലും കാര്യങ്ങളും എല്ലാവരും തേക്കാണ്. എല്ലാം അവിടെ നല്ല സ്പേസാണ്. അത് 4500 സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് സാധനങ്ങൾ എല്ലാ ഫർണിച്ചറും ഉണ്ട്. കയറി വന്ന് താമസിച്ചാൽ മാത്രം മതി. ഇത് ബാക്കിലുള്ള സിറ്റ് ഔട്ടാണിത്. ഉണ്ട് ഇവിടെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇരുന്ന് കാറ്റ് കൊണ്ടാലും വർത്തമാനം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എല്ലാ സൗകര്യമുണ്ട്. ഇത് നിങ്ങളുടെ ഔട്ട് ഹൗസാണ് ഈ സൈഡിൽ കാണുന്നത്. ഇത് നിങ്ങളുടെ സ്വിമ്മിംഗ് പൂള്. രാവിലെയും വൈകിട്ടും നീന്താനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നമുക്ക് നിങ്ങളുടെ കിച്ചൺ കാണാം. കിച്ചൺ കബോർഡ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടേക്കണാണ്. നല്ല സ്പേസാണ്. നല്ല സ്റ്റോറേജ് സ്പേസുള്ള നല്ല കബോർഡ്, തേക്കുകൊണ്ട് കബോർഡ് വർക്കൊക്കെ ചെയ്തേക്കണം. നല്ല അടിപൊളി ഒരു കിച്ചൺ. ഇവിടെ ഒരു ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ എല്ലായിടത്തും ഒരേ ടേബിളുണ്ട്. കാരണം നമ്മൾ ഭക്ഷണം എന്തെങ്കിലും റെഡി ആയി കഴിഞ്ഞാൽ അതെടുത്തുകൊണ്ട് എങ്ങും പോയൊന്നും വേണ്ട, അവിടെ ഇരുന്ന് തന്നെ കഴിക്കാം. അങ്ങനെ എല്ലാ സെറ്റപ്പും. അതിന് തൊട്ടടുത്തായിട്ടൊരു ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇതാണ് ചെറിയൊരു വർക്ക് ഏരിയ. അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. കണ്ട് ഇവിടെ നിന്ന് പുറത്തുറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഇവിടെ ഒരു ടേബിളൊക്കെ അറേഞ്ച് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ്. കേട്ടോ, ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ. ഇത് നിങ്ങളുടെ ബെഡ്റൂം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണുള്ളത്. അതിലൊരു ബെഡ്റൂമാണിത്. കേട്ടോ, നല്ല സ്പേസാണ്. നല്ല ഏരിയയിലാണ് എല്ലാ ബെഡ്റൂമും ഫിനിഷ് ചെയ്തേക്കണം. കബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് റൂം എല്ലാം ഉണ്ട് ഇതിന്. ഇത് ഡ്രസ്സിങ് ഏരിയയാണ്. ഇവിടെയും ഒരു കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഡ്രസ്സിങ് കബോർഡ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട് ഒരു അടിപൊളി ഒരു ബാത്റൂം. ഇത് നിങ്ങളുടെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അടിപൊളി ഒരു ബെഡ്റൂം. എല്ലാവരും വെറൈറ്റി ലുക്കാണ്. ഒന്നിനോട് കോപ്പി അടിച്ചൊരു പരിപാടിയില്ല. എല്ലാവരും വെറൈറ്റി. അതെല്ലാം കാണണം നിങ്ങൾ. ഒരെണ്ണം പോലും കാണാണ്ട്. കാരണം ഇത് വ്യക്തമായിട്ട് കണ്ടാൽ ഈ വീടിൻ്റെ ലുക്ക് മനസ്സിലാവും. കണ്ടോ, ഇത്രയും ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഈ വീട്ടിലുണ്ട്. ഇതെല്ലാം അടക്കമാണ് ഈ വില പറയണം. ഈ ബാത്റൂമിനാണ്, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമിന് ഉണ്ട് ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയുണ്ട്. ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗ്രാൻഡ് ഫർണിച്ചറാണ്. ഇതാണ് നിങ്ങളുടെ സ്റ്റെയർ കേസ്. LED ലൈറ്റൊക്കെ കൊടുത്താൽ അടിപൊളി സ്റ്റെയർ കേസാണ്. വൈറ്റ് കളറാണ് കൊടുത്തേക്കണം. സ്റ്റെപ്പിന് നാനോ വൈറ്റാണ് ഉപയോഗിച്ചേക്കണം. ഇത് നിങ്ങളുടെ ഹാൻഡ് റെയിൽ അതെല്ലാം തേക്കാണ്ട്. ഗ്ലാസും ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് തറവാട് ലുക്ക്. അല്ല, ഇതാണ് ശരിക്കും പറഞ്ഞൊരു തറവാട്. പോഷ് ലക്ഷറി എന്ന് പറഞ്ഞിട്ട് കാര്യമായി. ഇനി അതിനേലും വേറെ എന്തെങ്കിലും വാക്ക് കണ്ടുപിടിക്കണം. കണ്ടോ, അടിപൊളി ഒരു ലുക്കിലുള്ളൊരു വീട്. ഇതാണ് ശരിക്കും ലക്ഷറി എന്ന് പറയണം. ഒന്നും പറയാനില്ല ഇതിൻ്റെ അകത്ത്. സ്റ്റെയർ കേസ് മുകളിൽ ചെന്ന അവിടെയും ഒരു ഹാള്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ലിവിങ് റൂമിൽ ചെയ്തേക്കണ കൂട്ട് തന്നെ ഒരു ഡിസൈൻ വർക്കൊക്കെ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു TV സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ റൂമിലും TVയും കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് കോമൺ ആയിട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് മുകളിൽ നിലയില ഇടത്തെ സൈഡിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. ഉണ്ട് ഇതിന് കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും ഉണ്ട്. തേക്കിൻ്റെ കബോർഡാണ് എല്ലാത്തിനും ഉപയോഗിച്ചേക്കണം. അത് നല്ല ഗ്രാൻഡായിട്ട് പണിതൊരു വീടാണത്.
കണ്ട ഇവിടുന്ന് നേരെ ബാൽക്കണി, നേരെ ഓപ്പൺ ടെറസിലോട്ട് നമ്മൾ ഇറങ്ങണം. ഈ വീടിൻ്റെ ബാൽക്കണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വീടിൻ്റെ ചുറ്റിനും സഞ്ചരിക്കാൻ പറ്റും. ഏത് റൂമിൽ, എല്ലാ റൂമിനും മുകളിലത്തിൽ 2 ഡോറാണ്. അതായത് ഒരെണ്ണം അകത്തോട്ട് കയറാൻ പോയി പുറത്തോട്ട് ഇറങ്ങാനും എല്ലാത്തിനും സൗകര്യം. അതിൻ്റെ ചുറ്റിനും നമുക്ക് ഇറങ്ങി കിടക്കാം. അതേ കൂട്ട് സ്പേസാണ് കൊടുത്തേക്കണം. ഉണ്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ ഇവിടെ. ഉണ്ട് 2 കട്ടിൽ തന്നെ റൂമിൽ കിടപ്പുണ്ട്. അതൊക്കെ എല്ലാവരും നല്ല തേന്മരമാണ്. അതായത് തേക്ക് തന്നെയാണ് ഉപയോഗിച്ചേക്കണം. ഇതെല്ലാം അടക്കണം നമ്മൾ ഈ വില പറയണതിന്. അടിപൊളി ഒരു ബാത്റൂം, നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലൂടെ, മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ വീടാണെങ്കിൽ 5 ബെഡ്റൂമും 6 ബാത്റൂമുമാണ്. ഇത് 2ാമത്തെ. എല്ലാത്തിനും നല്ല സ്പേസാണ്. ഇതിനുണ്ട് കബോർഡും കാര്യങ്ങളും എല്ലാവരും. അല്ല ഈ വീട്ടിൽ നിന്ന്, ഈ റൂമിൽ നിന്ന് നമുക്ക് നേരെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും. ഇതിൻ്റെ ബാത്റൂമൊക്കെ ഓവർ കളറൊന്നും ഇല്ലാണ്ട് നല്ല എക്സിക്യൂട്ടീവിലൊക്കെയാണ് ബാത്റൂമൊക്കെ ഫിനിഷ് ചെയ്തേക്കുന്നത്. കണ്ട ഇവിടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാവരും വെക്കാനുള്ള ഒരു കബോർഡ്. അല്ല ഇവിടെ നിന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. മുകളിലത്തെ 3 റൂമിനും വെളിയിലോട്ട് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. ഈ വീടിൻ്റെ ചുറ്റിനും നമുക്ക് ഇതേപോലെ സഞ്ചരിക്കാൻ പറ്റും. കണ്ടോ സൈഡൊക്കെ കംപ്ലീറ്റ് ജാതിത്തോട്ടമുണ്ട്. എപ്പോഴും നല്ല കാറ്റ്, കൂളിങ്. അതായത് ആ സിറ്റി എന്നുള്ള ഇതിൽ നിന്ന് മാറി നല്ല ശുദ്ധവായുവൊക്കെ കിട്ടുന്നൊരു സെറ്റപ്പ്. ഇതാണ് മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം. എല്ലാത്തിനും കട്ടൻ വർക്ക് ഉണ്ടല്ലേ. എല്ലാവരും ഒന്നിനൊന്ന് വെറൈറ്റിയാണ്. കാരണം ഒരെണ്ണം പോലും കോപ്പി അടിച്ചു കൂട്ടില്ല. എല്ലാവരും സെപ്പറേറ്റ് വേറെ ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തതെല്ലാം അടിപൊളി സെറ്റപ്പിൽ. അതിനു വേണ്ടി ഒരു ഡ്രസ്സിങ് റൂമും കാര്യങ്ങളെല്ലാം. കബോർഡ് ഉണ്ടോ. ഇതാണ് ഡ്രസ്സിങ് ഏരിയയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ബാത്റൂം ആണെങ്കിൽ ഏകദേശം ഒരു വൈറ്റ് കളറിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. പ്യൂർ വൈറ്റ് അല്ല, ഒരു ഐവറി ഷെയ്ഡ്. ഈ റൂമിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങാം. ഇതിൽ നേരെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ വരെ കറങ്ങി എന്താ വീടിൻ്റെ ചുറ്റിനും ഇതുപോലെ സഞ്ചരിക്കാൻ പറ്റും. അതെല്ലാം ഫ്ലോറെല്ലാനും ടൈലൊക്കെ വിരിച്ചതെല്ലാം അടിപൊളിയാക്കിയിട്ട് നീറ്റ് ആൻഡ് ക്ലീനാണ്. ഒന്നും പറയാനില്ല. നിങ്ങൾ കയറി താമസിക്കുക. ബാക്കി എല്ലാം ഇവിടെ ഉണ്ട്. അതും നല്ല ലക്ഷറി സെറ്റപ്പിൽ. ഇത് നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമാണിത്. ഇനി ഇതിൽ കൂടെ നമുക്ക് നേരെ അകത്തോട്ട് പോവാം. ഹാൻഡ് റെയിലൊക്കെ കണ്ട ഗ്ലാസ് വർക്കും വുഡിൻ്റെ ഡിസൈൻ വർക്ക് ഇതെല്ലാം അടിപൊളിയാണ്. അടിപൊളി സെറ്റപ്പ് അല്ലേ വീട്, ഒന്നും പറയാനില്ല. വീടിൻ്റെ 3 സൈഡും നല്ല അടിപൊളി ഡിസൈൻ വർക്കും പില്ലറൊക്കെ കൊടുത്തതെല്ലാം അടിപൊളിയാണ്. ഒരു ലക്ഷറി വീടെന്ന് പറയാൻ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല. ഈ നേരെ കാണണം നിങ്ങളുടെ ഔട്ട് ഹൗസ്. ഇതിന് 3 ബെഡ്റൂമും ഉണ്ട്, ഒരു ബാത്റൂമും ഉണ്ട്. സപ്പോർട്ടവരൊക്കെ വെക്കണുണ്ടല്ലേ. സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് തന്നെ. നല്ല സ്പേസാണ്. 36 സെൻറ്റ് സ്ഥലം. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീടും സ്ഥലവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. തുടർന്നും ഇതുപോലുള്ള വീടുകൾ കാണുന്നതിനും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.